ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് റമദാൻ പ്ലാനറുമായിട്ടാണ്. പുണ്യങ്ങളുടെ മാസമായ റമദാനിൽ പുണ്യങ്ങൾ കൊയ്യാൻ നമുക്കെല്ലാവർക്കും ശ്രമിക്കാം. ഈ 2025 റമദാനിൽ കൂടുതൽ ഇബാദത്ത് ചെയ്യാനും കൂടുതൽ പുണ്യങ്ങൾ നേടാനും നാഥൻ നമുക്കേവർക്കും തൗഫീക്ക് നൽകട്ടെ. ആമീൻ. നമ്മുടെ കയ്യിലുള്ള ഒരു ബുക്ക് വെച്ച് നമുക്ക് ഒരു പ്ലാനർ തയ്യാറാക്കാം. ഇതിനായി സെപ്പറേറ്റ് എക്സ്പെൻസീവ് ബുക്ക് വാങ്ങണമെന്നൊന്നുമില്ല. ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ കയ്യിലുള്ള ഒരു നോട്ടാണ്. വരയില്ലാത്ത നോട്ട് എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ബെസ്റ്റ് ആവും. ആദ്യമായി ഞാൻ എഴുതിയിരിക്കുന്നത് ഫാസ്റ്റിംഗ് ട്രാക്കറാണ്. നമ്മൾ എത്ര നോമ്പ് പിടിച്ചു, എത്ര നമുക്ക് മിസ്സായി, അതൊക്കെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫാസ്റ്റിംഗ് ട്രാക്കർ. 1 മുതൽ 30 വരെയുള്ള നോമ്പാണ് അതിൽ എഴുതിയിരിക്കുന്നത്. നോമ്പ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഇൻറ്റു മാർക്ക് കൊടുക്കാം. ഇനി പീരീഡ്സ് കാരണം മിസ്സായിട്ടുണ്ടെങ്കിൽ അതിന് സ്ലാഷ് കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തരത്തിൽ എന്തും കൊടുക്കാം. ഇനി അടുത്തതായിട്ടുള്ളത് സലാഹ് ട്രാക്കർ, അതായത് നിസ്കാരം ട്രാക്ക് ചെയ്യുന്നത്. അതും നോമ്പ് 1 മുതൽ നോമ്പ് 30 വരെയുള്ളത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ നിസ്കാരവും 5 വക്ത് നിസ്കാരം മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ അദാ ആയിട്ടുണ്ടെങ്കിൽ ടിക്ക് മാർക്കും കള ആയിപ്പോയിട്ടുണ്ടെങ്കിൽ ഇൻറ്റു മാർക്കും ചെയ്യാം. മാക്സിമം കള ആകാതെ അദാ ആയിട്ട് തന്നെ നിസ്കരിക്കാൻ എല്ലാവരും ശ്രമിക്കുക. എൻ്റെ കയ്യിലുള്ള ക്രയോൺസ് ഉപയോഗിച്ചാണ് ഞാൻ എല്ലാത്തിനും കളർ കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് അത് വെച്ച് നിങ്ങൾക്ക് മനോഹരമാക്കാം. ഇനി അടുത്തതായി ഞാൻ എഴുതിയിരിക്കുന്നത് ഖുർആൻ ഹത്തം തീർക്കുന്നതാണ്. 1 മുതൽ 30 വരെ ഞാൻ ഒരു ഹത്തമാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഇനി 2 ഹത്തം തീർക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതെഴുതാം. 3 തീർക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതും ഇതിൽ കാണിക്കാം. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അതൊക്കെ എഴുതുക. ഇനി അടുത്തതായിട്ട് എഴുതിയിരിക്കുന്നത് ഖുർആൻ ബാക്കി സൂറത്തുകൾ ഓതുന്നതിനെക്കുറിച്ചാണ്. ഒന്നാമതായി യാസീൻ, പിന്നെ ഫത്ഹ്, വാക്കിയ, മുൽക്ക്, റഹ്മാൻ, പിന്നെ മറിയം സൂറത്ത്, ഇൻഷിഖാക്ക്, പിന്നെ ബാക്കി അതേഴ്സ്, ഇഖ്ലാസ്, മുഅവ്വിദത്തൈൻ, അതൊക്കെയാണ് ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്നത് 1 മുതൽ 30 വരെ. സോ നിങ്ങൾ ഏതാണ് ഓതാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യുക. ഈ പുണ്യങ്ങളുടെ മാസം മാക്സിമം ഖുർആൻ അധികരിപ്പിക്കാനും അതുപോലെ തന്നെ ഇബാദത്തുകളിൽ കൂടുതൽ മുഴുകാനും എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു ഖത്തം തീർക്കാൻ ഉദ്ദേശിക്കുന്നവർ ഒരു ദിവസം ഒരു ജുസെങ്കിലും ഓതാൻ ശ്രദ്ധിക്കുക. ഒരു ദിവസം ഒരു നിസ്കാരത്തിന് ശേഷം 5 പേജ് ഓതിയാൽ തന്നെ 5 വഖത്ത് നിസ്കാരം കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ എല്ലാ സൂറത്തും ജുസുവും സൂറത്തും എല്ലാം നമുക്ക് ഓതി തീർക്കാം. ഇനി അടുത്തത് ഞാൻ എഴുതിയിരിക്കുന്നത് സുന്നത്ത് നിസ്കാരമാണ്. സുന്നത്ത് നിസ്കാരത്തിൽ തഹജ്ജുദ്, തറാവീഹ്, വിത്ർ ഇതൊക്കെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇനി നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള സുന്നത്തും അതൊക്കെ കൊടുക്കുന്നവർക്ക് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്നത് ഇത് മാത്രമാണ്. റമദാനിൽ ഒരു സുന്നത്തിനുള്ള കൂലി നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പം മാക്സിമം സുന്നത്ത് നിസ്കാരങ്ങളും അധികരിപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കുക. ഇനി അടുത്തത് ഞാൻ കൊടുത്തിരിക്കുന്നത് അദ്കാറാണ്, ദിക്റുകൾ. എന്തൊക്കെയാണ് നമ്മൾ ചൊല്ലാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ നമുക്ക് ഇതിലെഴുതാം. ഞാൻ എഴുതിയിരിക്കുന്നത് ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ്, പിന്നെ അസ്മാഉൽ ഹുസ്ന, പിന്നെ സ്വലാത്തുകൾ, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിന്നെ ഞാൻ എഴുതിയിരിക്കുന്നത് താജ് സലാത്ത്, പിന്നെ റമദാനിൽ പ്രത്യേകമായിട്ടുള്ള ഓരോ 10ലും പ്രത്യേകമായിട്ടുള്ള ദിക്റുകളുണ്ടല്ലോ അത്, പിന്നെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, അതൊക്കെയാണ് ഞാൻ ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പം അതെല്ലാം 1 മുതൽ ഫസ്റ്റ് നോമ്പ് തൊട്ട് 30 നോമ്പ് വരെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടിക്ക് കൊടുക്കാം. ഇനി അഥവാ നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻറ്റു മാർക്ക് കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ എഴുതിയിരിക്കുന്നത് ഗുഡ് ഡീഡ്സ് ആണ്. നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ, ഈ 1 തൊട്ട് 30 നോമ്പ് വരെ ഓരോ ദിവസം നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ നമുക്ക് എഴുതി വെക്കാം. അത് നമുക്ക് തന്നെ ഒരു പോസിറ്റീവായിരിക്കും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.